ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. പഴംപൊരിയുടെ റെസിപ്പി യൂട്യൂബിൽ ഇല്ലാത്തതുമല്ല, കാണാത്തതുമല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്ത സാധനവുമല്ല. എനിക്കിതൊക്കെ അറിയാം. പക്ഷേ സാമ്പാർ പോലെ തന്നെ പഴംപൊരി എന്ന് പറയുന്നത് ഓരോ വീട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വേർഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഇനി ഞങ്ങൾക്ക് ബേസിക്കലി ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴംപൊരി എന്ന് പറയുന്ന സമയത്ത് അത് വെളിയിൽ ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അല്ലാതെ ജീവന ഇല്ലാത്ത പോലെ പളോന്നും പറഞ്ഞ് കിടക്കുന്നതല്ല പഴംപൊരി, എണ്ണ കിനിയുന്നതല്ല പഴംപൊരി. ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബാറ്ററാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള പഴംപൊരി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചത്. അപ്പോൾ പോവല്ലേ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിനി കപ്പിൻ്റെ കണക്ക് നോക്കാം. 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന്, അതായത് കട്ടിയായിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കുക. ഇതിലേക്ക് പുളിച്ച ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവാവാം, ദോശമാവാം, ഒരു 3 വലിയ സ്പൂണിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട്, പിന്നെ ഒന്നുമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ഇല്ലെങ്കിൽ നല്ല ഗ്രേഡിലുള്ള നമ്മുടെ ഫുഡിൻ്റെ യെല്ലോ കളറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇല്ല, ഇനി ഇത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കാം. നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനി ഇവിടെ വേണ്ടത് നന്നായിട്ട് അടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ നല്ല പോലെ അടിച്ചെടുക്കണം. ഓക്കെ, അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈനോ ഫ്രൂട്ട് സോൾട്ടാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ഒരു 1/2 സ്പൂണ് ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കറുത്ത എള്ള്, അതാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം നിങ്ങളുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഇവിടെ വരുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ബേസിക്കലി നമുക്കൊരു 6 മണിക്കൂർ പുളിക്കാൻ വെക്കണം. ഇപ്പോൾ ഒരു ബാറ്ററൊക്കെ പുളിക്കാൻ വെക്കണോ എന്ന് ചോദിക്കാം. പക്ഷേ പുളിക്കാനൊന്ന് വെച്ച് നോക്കൂ. അതായത് ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇട്ടിട്ട് തന്നെ പുളിക്കാൻ വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ ബാറ്ററിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ദോശമാവും ഈനോവും എല്ലാം കൂടിയിട്ട് കറക്റ്റായിരിക്കും. ഓക്കെ, അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ പഴം എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരുപാട് അങ്ങോട്ട് പഴുത്ത് പുഴുങ്ങിയിട്ടുള്ള പഴം ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നാൽ നല്ല മധുരമുള്ള, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് എന്ന് തോന്നുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി വിളിച്ച വഴിക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയാൻ കാരണം. ലൈക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പഴം ചൂസ് ചെയ്യാനും കൂടി നമ്മൾ ഒന്ന് ശ്രമിക്കണം. ഞാനിവിടെ 2 രീതിയിൽ പഴംപൊരിയുടെ ഇത് ഉണ്ടാക്കാൻ പോകണം. അതായത് മിനി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നോർമൽ വലിയതും ഉണ്ടാക്കുന്നുണ്ട്. വലുതാണ് കണ്ണേട്ടന് ഇഷ്ടം. പിള്ളേർക്കാണെങ്കിൽ ഈ മിനിയോടത്താണ് താല്പര്യം. എന്താ വെച്ചാൽ അവർക്ക് പിടിച്ച് കഴിക്കാൻ അതാണ് താല്പര്യം എന്നുള്ളതുകൊണ്ട് ഞാൻ 2 രീതിയിലും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 രീതിയിലും പഴത്തിന് ഇതുപോലെ തന്നെ നിങ്ങൾ ആക്കി വയ്ക്കുക. അതായത് 2 ആക്കുക, വലുതാക്കുകയാണെങ്കിൽ 2 ആക്കുക, ചെറുതാക്കുകയാണെങ്കിൽ 4 ആക്കുക. ഓക്കെ, ഇനി നമ്മുടെ 6 മണിക്കൂർ പുളിച്ചിട്ടുള്ള മാവിൽ ഇതിനെ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുക. നല്ലോണം പുളിച്ച് പൊന്തിയ മാവായതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് ഇത് വരും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നതിന് ശേഷം വെളിച്ചെണ്ണയിൽ നീറ്റായിട്ട് വറുത്തങ്ങട് കോരുക. ഓക്കെ, ഞാൻ ആദ്യം കണ്ണേറ്റിനുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്, വിച്ച് ഈസ് വലുത്. ആ ഒരു നീളം കൂടുതലുള്ളതിൽ ഉണ്ടാക്കുകയാണ്, ഫുള്ളായിട്ടുള്ളത്. അങ്ങനെ ഞാൻ എല്ലാ പഴത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ടുള്ള രീതിയിലാക്കിയിട്ട് കുറച്ച് ഒന്ന് മൊരിയിച്ചിട്ടാണ് എടുക്കുന്നത്. ആ ബാറ്റർ തന്നെ മൊരിയും. അത് എന്തായാലും ആ ഒരു ഫെർമെൻറ്റേഷൻ കഴിഞ്ഞതുകൊണ്ട് ബാറ്ററിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ആ പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതിനും അല്ലാതെ ഉണ്ടാക്കുന്നതിനും ആ ഡിഫറൻസ് നല്ല പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ എടുക്കുക. ഒരു ലൈറ്റ്, അതായത് ഒരു സ്ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
എന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് അതിലേക്ക് വെക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എണ്ണ ഒരുപാട് കുടിക്കില്ല. അത് 100% ഗ്യാരണ്ടി. ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് കുട്ടികൾക്കുള്ള ആ മിനി പഴംപൊരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് ചില സമയങ്ങളിൽ ഡിന്നറായിട്ടുള്ള രീതിയിലും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അതായത് പഴംപൊരിയും ഒരു ചായയും ഇല്ലെങ്കിൽ പഴംപൊരി ഒരു കാപ്പിയും കുടിച്ചും ഞങ്ങൾ കിടക്കാറുണ്ട്. അപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എപ്പോഴും കണ്ണേട്ടൻ ഇന്ന് ട്രാവൽ ചെയ്ത് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണേട്ടന് വേണ്ടിയിട്ട് ഇത് പഴംപൊരിയും അതേമാതിരി തന്നെ കാപ്പിയും. സോ കണ്ണേട്ടന് ലൈറ്റായിട്ട് മതി, ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പഴംപൊരിയും ഉണ്ടാക്കി. അപ്പോൾ വരൂ, കണ്ണേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കണ്ണേട്ടനാണ്. കണ്ണേട്ടൻ്റെ അഭിപ്രായം തന്നെ കേൾക്കാം. അതായത് പഴംപൊരിയുടെ ഇത് കടിച്ച പിക്ക് എന്ന് പോവരുത്, അങ്ങനെ ഉണ്ടാവണം. ഉള്ളിൽ സോഫ്റ്റ്, വെളിയിൽ ക്രിസ്പ്. ഇങ്ങനെ എണ്ണ കിനിഞ്ഞ് അങ്ങനെ ഒന്നും പാടില്ല. അങ്ങനെ എണീപ്പിക്കണ്ട. രതീഷ് സ്റ്റഡി വെട്ടിയായിട്ട്. അതെ ഉണ്ട്. ഓക്കെ ഇല്ല. അപ്പൊ അവർ ചെയ്യുന്ന ആൾക്കാർ മര്യാദ ചെയ്തോണ്ടാണ് രതീഷ് എനിക്ക് പറയുന്നത്. അത് ഇങ്ങനെ നിക്കണം അല്ലേ? മധുരണ്ട് പക്ഷെ ക്രിസ്പി ഓൺ ദ ഔട്ട്സൈഡ്, സോഫ്റ്റ് ഇൻസൈഡ്. അതാണ് പഴംപൊരി. പഴമാണ്. നൈസ്. താങ്ക് യു. Coffee.